നല്ല കയറുകരുത്ത മുന്തിരി പോലത്തെ ഹൂണ്ടൈന്റെ വെർണയാണ്. ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറിയ വണ്ടിയാണ്, ഡീസലാണ്, ഒരു സെഡാൻ വണ്ടിയാണ്, അത്യാവശ്യം നല്ല മൈലേജും കൂടുതൽ. ഒരു ആൾട്ടോ കാറിന്റെ പൈസക്ക് നിങ്ങൾക്ക് ഒരു 7 സീറ്റ് വണ്ടി കൊണ്ടുപോകാം. അതും ഒരു സെക്കൻഡ് സ്വിഫ്റ്റ് എടുക്കുന്ന പൈസക്ക് ഒരു ഇന്നോവ കാർ. നല്ല കിണ്ണം പോലത്തെ പെട്ടി പീസ് 7 സീറ്റ് വണ്ടിയാണ്, എർട്ടിക. ഇവിടെ നല്ലൊരു ഖീദ്മത്തിന്റെ ബൊലേറോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. നല്ല ഖീദ്മത്തിന്റെ കുത്തമിനാർ ടൊയോറ്റന്റെ പ്രാഡോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. കിണ്ണം പോലത്തെ വണ്ടിയാണ്. എങ്ങനെ ആലുവ കസ്റ്റം പോലത്തെ ഫാൻസി നമ്പറാണ് വരുന്നത്. 2332 അല്ലെ. ചെറിയ ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് ഒരു ആൾട്ടോ 800 ആണ് കാണിക്കുന്നത്. നല്ല ഖീദ്മത്തിന്റെ മഹീന്ദ്രന്റെ XUV 5 സീറ്റ് വണ്ടിയാണ്, 300 ആണ് കേട്ടോ. നല്ല കിണ്ണം പോലത്തെ വിറ്റാര ബ്രസ 2 കളറിൽ വന്നിട്ടുള്ള ഒരു വാഹനമാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. അതും ഡീസൽ വണ്ടി. എങ്ങനെയാണ്? നല്ല കിണ്ണം പോലത്തെ റയർ പീസ് ഓണ്ടന്റെ അമേസ് ആണ്, ഡീസൽ ആണ്, ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. വീണ്ടും ഇവിടെ ഒരു മാരുതിന്റെ എസ്ക്രോസ് ആണ്, ഡീസൽ ആണ്, അത്യാവശ്യം മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരു വാഹനമാണ്. ഇവിടെ 2 ഉണ്ട് കേട്ടോ, 2 പീസ് അവൈലബിൾ ആണ്, ഇതേ കളറിൽ നേവി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല കിടുക്കാച്ചി ഓണ്ടന്റെ അമേസ്. പെട്രോൾ വണ്ടിയൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. നല്ല കിണ്ണം കാച്ചി നല്ല കറുകറുത്ത മുന്തിരി പോലത്തെ ഒരു ഹൂണ്ടൈന്റെ വെന്യൂ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഡീസലാണ്, ഒരു ടെൻഷൻ സ്വിഫ്റ്റ് കാറാണ്, ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. പെട്രോൾ അല്ലേ ഇത്? 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഹോണ്ട സിറ്റി ഡീസൽ വണ്ടി. 14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു സെക്കൻഡ് സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസക്ക് ഒരുപാട് 7 സീറ്റ് വാഹനങ്ങളുണ്ട്. അതുപോലെ തന്നെ ചെറുവണ്ടികൾ, SUV ടൈപ്പ്, സെഡാന്, മൈലേജ് കൂടുതൽ കിട്ടുന്ന ഹോണ്ടന്റെ കുറെ വണ്ടികളുണ്ട്. പിന്നെ മാരുതിന്റെ വണ്ടികൾ കുറെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഏകദേശം ഒട്ടുമിക്ക വാഹനങ്ങൾ മോഡൽ കൂടിയതാണ്, സിംഗിൾ ഓണർഷിപ്പ്, അതുപോലെ തന്നെ ലോ കിലോമീറ്റർ വെഹിക്കിൾസ് ഒക്കെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് ആണ്. മോഡൽ കൂടിയ വാഹനങ്ങൾ ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ്. സെക്കൻഡിൽ വണ്ടി നോക്കുകയാണെങ്കിൽ മോഡൽ കൂടിയ വാഹനങ്ങൾ എടുത്തോളൂ. പിന്നെ അതിന്റെ മോഡൽ കുറഞ്ഞതാകുമ്പോൾ എന്തെങ്കിലും നൂലാമാലകൾ ഉണ്ടാവും. അപ്പോൾ ഇത് പ്ലേസ് വരുന്നത് മുസ്ലിയാരങ്ങാടിയാണ്, കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടി. സ്കൈവേ മോട്ടോഴ്സിലാണ് വീഡിയോ ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? ഓ സുഖം. പിന്നെ നിങ്ങൾ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യുന്നുണ്ടോ? എക്സ്ചേഞ്ച് ചെയ്യൂല്ലേ? ഏത് വണ്ടിയാണെങ്കിലും ചെയ്തു കൊടുക്കും. ഏത് വണ്ടിയാലും ചെയ്യില്ല, നമ്മൾ കൊടുക്കണം നല്ല വണ്ടിയാണ്. അപ്പൊ അങ്ങോട്ട് തിരിച്ചു തരുന്നു, അത്യാവശ്യമൊക്കെ നല്ല വണ്ടി. ഓക്കെ. മോഡൽ കൂടിയ വാഹനങ്ങൾ നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ മൂപ്പരെ വിളിച്ചോട്ടോ. കാരണം മോഡൽ കുറഞ്ഞ വാഹനങ്ങൾ മൂപ്പര് ചെയ്യുന്നില്ല, നല്ല ക്വാളിറ്റി വണ്ടികൾ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോ ഇതൊന്ന് കറക്റ്റ് ഒന്ന് ലൊക്കേഷൻ എങ്ങനെയാണ്? നമ്മള് ഇവർക്ക് സ്ഥലത്തിന്റെ പേര് മുസ്ലിയാരങ്ങാടി. അതായത് കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്, കൊണ്ടോട്ടി കഴിഞ്ഞിട്ട് ഒരു 4 കിലോമീറ്റർ മുസ്ലിയാരങ്ങാടി. അതേപോലെ പാലക്കാട്, നിലമ്പൂരിൽ നിന്നൊക്കെ വരുമെങ്കിൽ വെള്ളാമ്പറ കഴിഞ്ഞിട്ട് ഇവിടെ ഈ നേയാർ പെട്രോൾ പമ്പ് അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ നിങ്ങള് മുസ്ലിയാരങ്ങാടി ആവശ്യക്കാര് പാലക്കാട് പിന്നെ കോഴിക്കോട് ഹൈവേയില്. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഒരു 7 സീറ്റിൽ തുടങ്ങാം അല്ല? ഇത് 7 സീറ്റ്, ഇത് 7 സീറ്റ് വണ്ടി. 7 സീറ്റ് വണ്ടി അല്ല. ഇന്നോവ ക്രിസ്റ്റ ആണ് നിങ്ങൾ ആദ്യം കാണിക്കുന്നത്. ഒരു സിൽവർ കളറിൽ വന്നിട്ടുള്ള വാഹനമാണ്. എങ്ങനെയാണ് മോഡൽ? ഇത് 2018 മോഡൽ, ഒറിജിനൽ കേരള, സെഡ് ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 1,35,000 ഓടിയിട്ടുണ്ട്. ഒറിജിനൽ കേരളയില് സെഡ് ഏറ്റവും ടോപ്പ്. സെഡ് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ആക്സിഡന്റ് ഹിസ്റ്ററി സംഭവങ്ങളൊന്നുമില്ല, നീറ്റ് വണ്ടിയാണ്. ഓക്കെ. ഇത് നമ്മള് പിന്നെ കിലോമീറ്റർ ഓടി 1,35 ഓടിയിട്ടുണ്ട്. ഇതിന് വാറണ്ടി കൊടുക്കാം. വാറണ്ടി കൊടുക്കാം. ഓക്കെ. 6 മന്താ 1 ഇയറാ? 1 ഇയർ വാറണ്ടി. 1 ഇയർ കൊടുക്കല്ലേ? 1 ഇയർ വാറണ്ടി. എത്രയാണ് ആസ്ക് ചെയ്യണേ? ഇതിന് 21,70,000 റുപ്യാണ്. 21,70,000 ആസ്ക് ചെയ്യുന്നുണ്ട്. വില കുറച്ച് കൊടുക്കാം. വിലയിലൊക്കെ നമ്മൾ കുറച്ച് കൊടുക്കാം. അപ്പൊ ആവശ്യക്കാർ വരട്ടെ. സെഡ് ആണ് കേട്ടോ, സെഡ് ഓട്ടോമാറ്റിക് ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളി. നല്ല കിണ്ണം പോലത്തെ പെട്ടി പീസ് 7 സീറ്റ് വണ്ടിയാണ്, എർട്ടിക ആണ്. പുതിയൊരു വണ്ടി നോക്കുന്നവർക്ക് ഈ വണ്ടി ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയോ ലക്ഷം രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് ഇതില്. എങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2022 മോഡല്, ZXi ഓട്ടോമാറ്റിക് സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടി. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 28,000 കിലോമീറ്റർ ആകെ 28 ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ വാറണ്ടി ഒക്കെ നിൽക്കുന്ന വണ്ടി. കമ്പനി വാറണ്ടി ഇല്ലെങ്കിൽ നമുക്ക് വാറണ്ടി നിങ്ങൾ കൊടുക്കും. നല്ല കിണ്ണം പോലത്തെ വണ്ടിയല്ല? നല്ല ലെതറിന്റെ ബക്കറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇന്റീരിയർ ഭാഗത്തൊക്കെ എങ്ങനെയാണ് ഇത് ആസ്ക് ചെയ്യുന്നത്? ഇതിന് 11,25,000. 11,25 അല്ലേ? ലോൺ വേണ്ടവർക്ക് മാക്സിമം ലോൺ നമ്മൾ ചെയ്തു കൊടുക്കാം. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളൂ കേട്ടോ. നല്ല ഖിദ്മത്തിന്റെ ഒരു 7 സീറ്റ് വാഹനം, മാരുതിന്റെ XL6 ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2020 മോഡൽ. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പിന്നെ 90,000 ഓടിയിട്ടുണ്ട്. ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ്
കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എക്സ്ട്രാ ഫിറ്റ് കാര്യങ്ങൾ എക്സ്ട്രാ ഫിറ്റ് മുകളിൽ ഒരു കാരിയർ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ ടയറൊക്കെ വലിപ്പമുള്ള ടയർ ആക്കിയിട്ടുണ്ട്. ഈ അലോയ്സ് ഒക്കെ കമ്പനിയിൽ വരുന്നതല്ല, അലൈസ് മാറ്റിയിട്ടുണ്ട്, മാറ്റിയതാണ്, മാറ്റിട്ട് വേറെ എക്സ്ട്രാ കയറ്റിയതാണ്. ഇത് ഓപ്ഷൻ ഏതാ വരുന്നത്? ഇത് സീറ്റ് ആണ് ഓപ്ഷൻ. ഓക്കെ, വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നും നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ക്വാളിറ്റി വാറന്റിയോടെ കൊടുക്കാം, ഒരു വർഷത്തെ വാറന്റിയോടെ നമുക്ക് കൊടുക്കാം. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില 9,35,000. ലോൺ വേണ്ടവർക്ക് എന്തായാലും ഒരു 8-8.25 ലക്ഷം രൂപ ലോണും കൊടുക്കാം അല്ലെ? ഓക്കെ, ഇവിടെ ഏകദേശം ഒട്ടുമിക്ക വാഹനങ്ങള് വാറന്റി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കമ്പനി വാറന്റി ഉള്ളതുണ്ട്, പിന്നെ മൂപ്പരും വാറന്റി തരും കേട്ടോ. ഓക്കെ, ഇവിടെ നല്ലൊരു ഖീദ്മത്തിന്റെ ബൊലേറോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണ് നാസുക? ഇത് 2021 മോഡല്, ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ എന്നാ പറയാ. ഓക്കെ, ഡീസലാണ്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആകെ 65 ഓടിയിട്ടുള്ളൂ. ആകെ 65,000 ഓടിയിട്ടുള്ളൂ. പിന്നെ നല്ല ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ടയറൊക്കെ അത്യാവശ്യം ഒരു 90% ടയറും ഉണ്ട്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, കമ്പനി സർവീസ് ആണ്. ഓക്കെ, ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില 8,20,000. 8,20,000. ഒരു 7,30,50 വരെ ലോണും അവൈലബിൾ ആണ്. 1 ലക്ഷം രൂപ ഇറക്കാം. 1 ലക്ഷം വേണ്ട, അതിന്റെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി. എന്തായാലും നിങ്ങൾ ചോദിക്കുന്ന വില അല്ലല്ലോ, കുറച്ച് കൊടുക്കൂലേ? എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാം. ഓക്കെ, നല്ല കിണ്ണം പോലത്തെ വണ്ടിയല്ല? നല്ല വണ്ടി, വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഒരു പെട്ടി പീസ് ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളൂ കേട്ടോ. നല്ല ഖിദ്മത്തിന്റെ കുത്തമ്മിനാർ ടൊയോറ്റന്റെ പ്രാഡോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. കിണ്ണം പോലത്തെ വണ്ടിയാണ്. എങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2008 മോഡൽ. 2008? ഈ വണ്ടി 2008? ഇതൊക്കെ അത്ര ലക്ഷക്കണക്കിന് റുപ്യ വില ഉള്ള വണ്ടിയാണ്. ഇതിപ്പം നോക്കണ്ട. എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ? ഓട്ടോമാറ്റിക് 4 വീല് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് 4x4. മലയിലും കുന്നിലും കാട്ടിലും റോഡിലും എല്ലാം പോവാം, എല്ലാ സ്ഥലത്തും കയറ്റാം. ഓക്കെ, മെക്കാനിക് എന്ത് പാട്? മെക്കാനിക്കലൊക്കെ 100% ക്ലിയർ ആണ്. ഫുൾ ഫിറ്റ് അല്ല, ഒന്നും നോക്കാനില്ല, വേറെ ഒന്നും നോക്കണ്ട. ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട്. ആകെ റീപ്ലേസ്, ബോണറ്റ് മാറിയിട്ടുണ്ട്. ബോണറ്റ് മാത്രം മാറിയിട്ടില്ല. ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെയാണ്. അതെ, പിന്നെ ഓണർഷിപ്പ് 4 ആയിട്ടുണ്ട്. അതെ, 4 ആയിട്ടുണ്ട്. വേറെ കംപ്ലൈന്റ് ഒന്നും? മൈലേജ് എത്ര കിട്ടും? മൈലേജ് ഒക്കെ ഇത് പോയി കഴിഞ്ഞാൽ ഒരു 10ന്റെ ഉള്ളിൽ കിട്ടും അല്ലേ? ഇതൊക്കെ അങ്ങനെ ഓഫ് റോഡിന് മറ്റൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ യാത്രക്കൊന്നും. അതെ, ഇത് ശോഭാജിയാണ്. ഇത് ഒരു ആൾക്കാരുടെ മുമ്പിൽ ഒരു ശോഭാജിയാക്കാൻ പറ്റിയ സൈഡൊക്കെ ബോഡി ലൈനിങ് ഒക്കെ എന്താ ക്ലിയർ. ഒരു ബോഡി ലൈനിങ് ഒന്നും. അതാണ് നിങ്ങൾ എന്നോട് 2008 എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഞെട്ടി. ഇത് ഈ വണ്ടി കണ്ടാൽ 2008 കാര്യങ്ങളൊക്കെ വരും. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? ഓക്കെ, എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആണ്. മെക്കാനിക് ഫിറ്റ് ആണ്. 2028 വരെ പേപ്പർ 2028 വരെ ഉണ്ട്. ഓക്കെ, ഇത് പിന്നെ ഈ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പറ്റുമല്ലോ ഈ ചെക്കന്മാരൊക്കെ എടുത്തു കഴിഞ്ഞാൽ? അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് പറ്റുള്ളൂ. എത്ര കൊടുക്കരുത്? ഇതിന് 11.5 ലക്ഷം റുപ്യ നമ്മൾ പറയും. 11.5 ലക്ഷം ചോദിക്കണ്ടേ? ലോൺ കിട്ടുമെന്ന് അറിയില്ല. 2008 ആരെങ്കിലും ലോൺ തന്നാൽ കിട്ടിയാ കിട്ടി. സേട്ട് വാങ്ങി ഏതെങ്കിലും ശ്രീരാം അതേപോലത്തെ കിട്ടാൻ മതി. 11.5 ലക്ഷം ചോദിക്കും. ഇത് ഒറിജിനൽ കേരള വണ്ടിയല്ല? കേരള വണ്ടി, റീ വണ്ടി ഒന്നല്ല. അപ്പോ ആവശ്യക്കാരും ഉണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടാ. ചെറിയ പൈസ ഉള്ളൂ, 11.5 ലക്ഷം റുപ്യ ഉള്ളൂ കേട്ടോ. ഒരു ആൾട്ടോ കാറിന്റെ പൈസ ഇട്ട് നിങ്ങൾക്ക് ഒരു 7 സീറ്റ് വണ്ടി കൊണ്ടുപോകാം. അതും ഒരു പൈസ വേണ്ടിട്ടോ, ഒരു 50,000 വേണ്ടി വരും അല്ലേ? 50 വേണ്ടി വരില്ല, നോക്കാം ചിലപ്പോ ലോൺ കിട്ടുമോ നോക്കാം. അതെ, നല്ല സിബിൽ സ്കോർ, നല്ല ട്രാക്കുകൾ ഉള്ളവരാണെങ്കിൽ ഏകദേശം ഫുള്ളി ലോൺ എടുക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ, മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2016 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 85 ആട്ടോ ഓപ്ഷൻ. ഈ ഡസ്റ്റർ ടെറാനോ, അതായത് റിനോൾട്ടിന്റെ ലോഡ്ജ് ആണ് വണ്ടി. പിന്നെ 7 സീറ്റ് വണ്ടിയാണ്. 85 ആട്ടോ ഓപ്ഷൻ. ഇത് 110 വരും. ഈ 110 ആണ് എല്ലാവർക്കും ഈ പറ്റാത്തത്. ഇത് 85 ആണ്. ഇത് എല്ലാവർക്കും പറ്റും. അതെല്ലാവർക്കും വണ്ടി ക്ലീൻ വണ്ടി, ബോഡി ലൈനിങ് ഒക്കെ പക്ക ക്ലിയർ വണ്ടി. എത്രയുണ്ട്? ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 1,03,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമില്ല. മെക്കാനിക്കലൊക്കെ ഫുൾ ഫിറ്റ് ആണ്. ഫുൾ ഫിറ്റ് എഞ്ചിൻ കാര്യങ്ങളൊക്കെ ഫുൾ ഫിറ്റ്. നല്ല അലൈ ടയർ കാര്യങ്ങൾ, ഇൻഷുറൊക്കെ ഇപ്പൊ പുതിയത് ഞാൻ എടുത്തിട്ടുണ്ട്. വേറെ തട്ട് മുട്ട് ഒന്നുമില്ല. എത്ര കൊടുക്കാം? 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ കൊടുക്കാം. 4 ലക്ഷം അതിൽ എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ലോൺ വേണ്ടവർക്ക് മിക്കവാറും ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഒരു ലോണാരോട് ചോദിച്ചപ്പം 3.5-3.25 തരാന്ന്. ആയിക്കോട്ടെ. ഒരു സെക്കൻഡ് സ്വിഫ്റ്റ് എടുക്കുന്ന പൈസക്ക് ഒരു ഇന്നോവ കാർ എങ്ങനെയാണ് മോഡൽ വരുന്നത്? 2011 മോഡല്, G4 വണ്ടിയാണ്. G4 ആണ് ഓപ്ഷൻ. റീ ആണ് വണ്ടി. പിന്നെ 4ാമത്തെ ഓണർ ആണ്. ഓക്കെ, പിന്നെ ടൈപ്പ് 4 ഒന്നും ചെയ്തിട്ടില്ല. കമ്പനിയിൽ നിന്ന് വന്ന പോലെ തന്നെയുള്ളതാണ്. പിന്നെ ആക്കണൊക്കെ ചെറിയ പൈസ ആക്കട്ടെ. ഇന്റീരിയർ ഭാഗത്തൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എഞ്ചിനും കാര്യമൊക്കെ പക്ക എഞ്ചിനാണ്. ക്ലിയർ എഞ്ചിന് പക്കാണല്ലേ? 1,10,50,000 കിലോമീറ്റർ ഓടി. അത്യാവശ്യം കട്ടുള്ള ടയർ കാര്യങ്ങളെ ഗ്യാരണ്ടി എടുക്കാൻ കഴിയില്ല. റീ വണ്ടിയാണ്, പറയാൻ പറ്റില്ല കേട്ടോ. 4,40,000 രൂപ ചോദിക്കും. 4,40,000 കൊടുക്കുക. 2011 3.5 ലക്ഷം രൂപ ലോൺ കിട്ടും. 3.5 ലോൺ കിട്ടും തന്നെ. ഓക്കെ, അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളൂ കേട്ടോ.
ആലുവ കസ്റ്റം പോലത്തെ ഫാൻസി നമ്പർ ആണ് വരുന്നത് 2332 അല്ലെ 2332. എങ്ങനെയാണ് ഇത് മോഡൽ വരുന്നത്? ഇത് 2018 മഹീന്ദ്രന്റെ ബൊലേറോ ആണ്. ബൊലേറോ 2018 ZLX. ZLX ഏറ്റവും ടോപ്പ്. ഓക്കെ. അപ്പം ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ തട്ടുമുട്ട് ആക്സിഡന്റ് തുരുമ്പ് കാര്യമൊന്നും കേട്ടോ. തുരുമ്പില്ലാത്ത വണ്ടിയാണ് അല്ലെ ബൊലേറോ നോക്കേണ്ടത് അറിയാം. മഹീന്ദ്രന്റെ വണ്ടിയൊക്കെ തുരുമ്പുണ്ടാവും. അതെ, ഇവിടൊക്കെ തുരുമ്പുണ്ടാവും. ഇത് എവിടെയും ഇല്ലാത്ത തുരുമ്പ്. അത് വന്ന് നോക്കണമൊക്കെ കാണാമല്ലോ. ഓൽക്ക് കാണാം. ഓക്കെ. വണ്ടി വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന വില 7,10,000 7,10,000 ചോദിക്കുന്നത്. 2018 ഫുൾ ഓപ്ഷൻ വണ്ടി. 2018 ഫുൾ ഓപ്ഷൻ. ഓക്കെ. ഈ റേറ്റിന് കിട്ടൂല. വേണ്ടവർക്കൊക്കെ മാക്സിമം ലോൺ കിട്ടും. മാക്സിമം ഫുള്ള് ലോൺ ചെയ്യാനും പറ്റും. 60-70 ഉറുപ്പ ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ ലോൺ ചെയ്യല. ഇവിടെ ഒരു ഹൂണ്ടൈന്റെ ഈ സാൻഡ്രോ കാണിച്ചു കൊടുത്തല്ലേ? ഒരു പുതിയ മോഡൽ ഇറങ്ങിയിട്ടുള്ള ഒരു വാഹനമാണ്. ഇത് എങ്ങനെയാണ് മോഡൽ കാര്യങ്ങൾ? 2020 മോഡൽ. 20 മോഡലാണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പിന്നെ ഓട്ടോ എത്രയുണ്ട്? ഓട്ടോ 50,000 ഓടി. ആകെ 50 ഓടിക്കുള്ളൂ. 50,000 ഓടി. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഡിക്ക് റീപ്ലേസ് ഉണ്ട്. ഡിക്കിന് ക്ലാസ് മാറിയില്ല. ഡിക്ക് റീപ്ലേസ് ഉണ്ട്. കമ്പനി സർവീസ് ആണ്. ഓക്കെ. വേറെ തട്ടുമുട്ട് ഇതിനൊക്കെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഓക്കെ. ബോണറ്റ് ഒന്നും മാറിയിട്ടില്ലല്ലോ? ഒന്നും മാറി. ഡിക്ക് മാത്രം മാറിയില്ല. വേറെ ഇഞ്ചിന് കമ്പനി ഹിസ്റ്ററി എടുത്താൽ അറിയാം. ഹിസ്റ്ററിൽ ഉണ്ടാവില്ല. ഇഞ്ചിന് കാര്യങ്ങളൊക്കെ പക്ക ഇഞ്ചിന് എല്ലാ ആളുകളും ഒരു കൊല്ലം നമുക്ക് വാറണ്ടി കൊടുക്കാം. അതെ, എല്ലാ ആളുകളും മെയിൻ ആയിട്ട് നോക്കുന്ന ഇഞ്ചി ഭാഗത്താണ്. അപ്പൊ അത് കറക്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നങ്ങളില്ല. അല്ല, അതല്ല ബോഡി നോക്കണം. ഇത് എത്ര കൊടുക്കാം? ഇതിന് 3,80,000 രൂപ ചോദിക്കും. 3,80,000 ചോദിക്കുന്നുണ്ട്. ഏകദേശം ഒരു 50 ഉറുപ്പ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്ത് കൊടുക്കല. ഓക്കെ. വില കുറച്ച് കൊടുക്കൂലേ? വിലയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. മാക്സിമം ചെയ്തു തരും കേട്ടോ. ആവശ്യക്കാർ വേഗം വന്ന് നോക്കും. നല്ല കിണ്ണം പോലത്തെ വിറ്റാര ബ്രസ്സ 2 കളറിൽ വന്നിട്ടുള്ള ഒരു വാഹനമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. അതും ഡീസൽ വണ്ടി. എങ്ങനെയാണ് മോഡൽ? ഇത് 2018 മോഡൽ. 18. ഇത് ഓട്ടോമാറ്റിക് മാനുവൽ ZD ആണ് ഓപ്ഷൻ. ഓക്കെ. 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് വണ്ടിയല്ല. നല്ല നീറ്റ് ബോഡി ലൈനിങ് ഒക്കെ നോക്കി വേറെ അപാകതകളൊന്നും ഇല്ല. തട്ടുണ്ട് നമ്മൾ പറയാം. നമ്മളിപ്പോ റീപ്ലേസുകളൊക്കെ പറയില്ല. അതെ. റീപ്ലേസ് ഉണ്ടെങ്കിൽ പറയാം. എഞ്ചിന് കാര്യങ്ങളൊക്കെ പക്ക. വാറണ്ടി കൊടുക്കാം. ഇതിനൊക്കെ 1 വർഷം വാറണ്ടി കൊടുക്കാം. 1 കൊല്ലം വാറണ്ടി കൊടുക്കാം. അത്രയ്ക്കും പക്ക വണ്ടി. അത്രയും പക്ക. എത്ര ആസ്കൈനെ? ഇതിന് 7,50,000 ആണ്. 7,50,000 കൊടുക്കും. ഒരു 6,45 രൂപ ലോണും കിട്ടും തന്നെ. ഓപ്ഷൻ വരുന്നത്. അതിന് ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. പിന്നെയും താത്തി കൊടുക്കാം. ഓക്കെ. അപ്പൊ വേണം വിളിച്ചോ. ഇവിടെ ഒരു മാരുതിന്റെ സിയാസ് ആണ്. അതും ഡീസൽ അല്ലേ വണ്ടി? ഡീസൽ. ഒരു സെഡാൻ വണ്ടിയാണ്. അത്യാവശ്യം മൈലേജ് ഒക്കെ കൂടുതൽ കിട്ടുന്ന ഒരു വാഹനമാണ് കേട്ടോ. KL60 കാഞ്ഞങ്ങാട് റൈസൺ ആയിട്ടുള്ള വണ്ടിയാണ്. ഇവിടെ ഏകദേശം വാഹനങ്ങൾ കാസർഗോഡ്, കാഞ്ഞങ്ങാട്, അതുപോലെ തന്നെ കണ്ണൂരൊക്കെ റൈസൺ ആയിട്ടുള്ള വണ്ടികൾ കൂടുതൽ അവൈലബിൾ ആണ്. എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്. ഒട്ടുമിക്ക വാഹനങ്ങളുണ്ട്. എങ്ങനെയാണ് ഇത് മോഡല്? ഇത് 2015 VDI പ്ലസ് വണ്ടിയാണ്. VDI പ്ലസ് ആണല്ലേ? VDI പ്ലസ് എന്ന് പറയുമ്പോ ഫുൾ അല്ലേ വരുന്നത്? അല്ലല്ല, ഫുൾ അല്ല. അതിന്റെ മേലെ വേറെയുണ്ട്. സ്റ്റാരിംഗ് മേൽ വോളിയം കൺട്രോൾ കാര്യങ്ങളൊക്കെ വരും. സ്റ്റാരിംഗ് കൺട്രോൾ ഒക്കെ സീറ്റ് കവർ ഒക്കെ ചെയ്ത വണ്ടി. നീറ്റ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഓടിയത് 1,10 ഓടിയിട്ടുണ്ട്. 1,10 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിന് 5,10,000 ചോദിക്കുന്നത്. 5,10. എത്ര മോഡൽ പറഞ്ഞു നിങ്ങൾ? 2015 മോഡൽ VDI ഡീസൽ വണ്ടിയാണ് കേട്ടോ. ആവശ്യക്കാരന് വേഗം വന്ന് നോക്കിക്കോ. ഫുള്ള് ലോൺ കൊടുക്കാൻ പറ്റൂലേ? ഫുള്ളില്ലെങ്കിലും ഏകദേശം 4,00,000 രൂപ ലോൺ കിട്ടുമല്ലേ? നമ്മളത് അങ്ങനെ പറയാണ്. ചിലപ്പോ ഫുള്ള് കിട്ടും, കുറച്ച് പറയല. ഫുള്ള് എന്ന് പറഞ്ഞ എല്ലാവരും ചെറിയ ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് ഒരു ആൾട്ടോ 800 ആണ് കാണിക്കുന്നത്. ഒരു ഗ്രേ കളറിൽ വന്നിട്ടുള്ള ഒരു വണ്ടിയാണ്. എങ്ങനെയാണ് മോഡൽ കാര്യങ്ങൾ? 2015 ആണല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. തട്ടുമുട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും, റീപ്ലേസ് ഒന്നുമില്ല. LXI അല്ലേ ഓപ്ഷൻ വരുന്നത്? LXI 2 ഡോർ പറവിട്ടുണ്ട്. ഓക്കെ. അത്യാവശ്യം കട്ടല് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇന്റീരിയർ ഭാഗത്ത് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. എത്ര കൊടുക്കുക? ഇത് 2 ലക്ഷമാണ് നമ്മൾ ചോദിക്കുന്നത്. ചെറിയ എന്തെങ്കിലും മാറ്റത്തിൽ കൊടുക്കാം. ലോൺ വേണ്ടവർക്ക് ഒരു 1,50,000 രൂപ ലോൺ കിട്ടും. 1,50,000 ലോണും കിട്ടും അല്ലേ? ഓക്കെ. 2 രൂപ നിങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ. അപ്പൊ നല്ല ഖിദ്മത്തിന്റെ മഹീന്ദ്രന്റെ XUV 5 സീറ്റ് വണ്ടിയാണ്. 300 ആണ് കേട്ടോ നിങ്ങൾ കാണിക്കുന്നത്. എങ്ങനെയാണ് മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2021. ഓക്കെ. ഫുൾ ഓപ്ഷൻ ആട്ടോ. സൺറൂഫ് കാര്യങ്ങൾ, ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടി. ഫുൾ ഓപ്ഷൻ സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ഡീസൽ ആണ് വണ്ടി തന്നെ. ഓക്കെ. നല്ല വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് 38,000 ഓടിയിട്ടുള്ളൂ. 38 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് കുറവാ. വേറെ ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനത്തെ ഒന്നുമില്ല അല്ലേ? നല്ല കിളിക്കുഞ്ഞു പോലത്തെ വണ്ടി. ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് എടുക്കും. എടുത്തു അല്ലേ? എടുക്കും. ഓക്കെ. എത്ര കൊടുക്കുക ഇത്?
ഇത് 10,25,000. 10-25 ആസ്കി ഉണ്ട്. ലോൺ വേണ്ടവർക്ക് ഏകദേശം ഒരു 9-9.5 ലോൺ ചെയ്തു കൊടുക്കാൻ പറ്റില്ല. സ്വിഫ്റ്റ് കാർ നോക്കാം. ഇത് എങ്ങനെയാണ്, മാനുവൽ ഓട്ടോമാറ്റിക്കാ? ഇത് മാനുവൽ 2022 മോഡൽ. 22 അല്ലേ? ഓക്കെ, പറഞ്ഞോളി. നിങ്ങളുടെ നാട്ടിലെ റേസറാ. KL14 KL60 ആണല്ലേ? ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ടോ? നല്ല ഇന്റീരിയർ ഭാഗത്ത് നല്ല ടയർ പുതിയതാണ്. ഇൻഷൂർ പുതിയതുണ്ടാവും, എല്ലാം ഉണ്ടാവും. വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന വില 6,40,000. 6,40,000. ഇത് ഓപ്ഷൻ ഏതാ? VXI മാനുവൽ ആണ്. ഓക്കെ, ഒരു പെട്രോൾ വണ്ടിയാണ്. 6,40,000 ചോദിക്കുന്നുണ്ട്. 2021 മോഡൽ. 21 മോഡൽ. ഓക്കെ, 21 അല്ല, 22 ആണ്. ഓക്കെ, മാക്സിമം കുറച്ച് കൊടുക്കാനും പറ്റുമല്ലോ. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ലോൺ അത്യാവശ്യം ചെയ്ത് കൊടുക്കാം. നല്ല കിണ്ണം പോലത്തെ റയർ പീസ് ഹോണ്ടന്റെ അമേസ് ആണ്. ഡീസൽ ആണ്, ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. എങ്ങനെയാണ് ഇത് മോഡൽ വരുന്നത്? ഇത് 2020 മോഡല്. 21 4 മാസമാണ് ഡെലിവറി. സ്റ്റിക്കർ 21 4 മാസം ഡെലിവറി ആയിട്ടുള്ള ഒരു വണ്ടി. സിംഗിൾ ഓണർ. 55,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകം പറയാൻ ഓപ്ഷൻ V ആണ്. അതേവിയിൽ പുഷ്പട്ട സ്റ്റാർട്ടിങ് ഇതൊക്കെ ഉണ്ടാവും. ഡീസൽ ഓട്ടോമാറ്റിക്, ഒറിജിനൽ കേരളയാണ്. 4 ടയർ പുതിയത്, വാറന്റി ഉള്ള ടയറാ. 4 കടുംപുത്തൻ ടയർ വാറന്റി ഉള്ള. അതുകൊണ്ട് വാറന്റി ഉണ്ട്. നമ്മള് വാങ്ങിട്ടതാണ്. വാറന്റി ഉണ്ട്. പിന്നെ ഇത് സിംഗിൾ ഓണർ. ചോദിക്കണ വില 9,75,000. 9,75,000. ലോൺ വേണ്ടവർക്ക് ചിലപ്പോൾ ഒരു 8 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. ലോൺ ചെയ്യാം. 1 ലക്ഷം ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. 1 ലക്ഷം ഇറക്കാം. മാർക്കറ്റുള്ള വണ്ടിയല്ലേ. വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എഞ്ചിനൊക്കെ എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം. വാറന്റി കൊടുക്കാം. എക്സ്ചേഞ്ച് ചെയ്യാം. ഇതിന് വാറന്റി കൊടുക്കാം. 1 വർഷം വാറന്റി കൊടുക്കാം. 1 കൊല്ലം കൊടുക്കാം. 1 വർഷം വാറന്റി. ഓക്കെ, അത് നിങ്ങൾ തന്നെ കൊടുക്കാം. അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. അതിന് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വെറുതെ പറയല്ല. ഇവിടുന്ന് എത്ര ആൾക്കാർ വണ്ടി എടുത്തില്ല, അവരോട് ചോദിച്ചാൽ മതി. ഇന്നിപ്പോ ഒരു വണ്ടി ഡെലിവറി ഉണ്ട്. 1 വർഷം വാറന്റി. എഞ്ചിനും ഗിയർ ബോക്സിനൊക്കെ വാറന്റി കൊടുത്താട്ടാ കച്ചവടം. അല്ല, എല്ലാ ഏകദേശം കസ്റ്റമർക്ക് ഏകദേശം കസ്റ്റമർ തന്നെ നമ്മളോട് എല്ലാവരും ചോദിക്കും. ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്താ പറയുക, ഒരു 2 മാസങ്ങൾ വാറന്റി വരും എഞ്ചിനും ഗിയർ ബോക്സിനും. കുറെ ആൾ ചോദിക്കുന്നുണ്ട്. അത് നമ്മളിതാ കൊടുക്കണേ. നമ്മള് മിനിമം 6 മാസം, അതിന്റെ കൂടുതൽ 1 വർഷം വരെ കൊടുക്കല്ലേ. 6 മുതൽ 1 വർഷം വരെ വാറന്റി കൊടുക്കും. ഓക്കെ, അങ്ങനെ വാറന്റി ആരും കൊടുക്കലില്ല അല്ല. കൊടുക്കുന്ന ടീമൊക്കെ ഉണ്ട്. യൂസർ കാരന് ഇപ്പൊ വാറന്റി കിട്ടും. വാറന്റി നമ്മളൊക്കെ ഇപ്പൊ ഒരു കമ്പനി ആയിട്ട് ടൈപ്പ് ആണ്. അത് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. അത് കിട്ടണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അപ്പൊ നമുക്കൊക്കെ അതിന്റെ ഇതുണ്ട്, കൊടുക്കാൻ പറ്റുമല്ലോ. 2 ടീമായിട്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കും. നല്ല കിടുക്കാച്ചി ഹോണ്ടന്റെ അമേസ് പെട്രോൾ വണ്ടിയൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. നല്ല കിണ്ണം കാച്ചിയ ഒരു വാനാണ്. എങ്ങനെയാണ് ഇത് മോഡൽ വരുന്നത്? ഇത് 2023 മോഡല്. സിംഗിൾ ഓണർഷിപ്പ്. 50,000 കിലോമീറ്റർ ഓടി. 50,000 ഓടിയിട്ടുണ്ട്. 6,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു ഫുൾ ലോൺ വേണ്ടവർക്ക് നമുക്ക് ഫുൾ ലോൺ ചെയ്തു. ഫുൾ ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടി തന്നെ. ഓക്കെ, എത്ര ആസ്ക് ചെയ്യുന്നത്? ഇതിന് 6,60,000. 6,60,000 ചോദിക്കുന്നത്. 2023 വണ്ടി. 6,60,000 2023 വണ്ടി. ഓക്കെ, ആണ്. നല്ല വണ്ടി അല്ലേ? അപ്പൊ വേണമെങ്കിൽ പെട്ടെന്ന് വന്ന് ബുക്ക് ആയിക്കോട്ടോ. നല്ല കറുകറുത്ത മുന്തിരി പോലത്തെ ഒരു ഹ്യുണ്ടായിന്റെ വെന്യൂ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഡീസലാണ്, ഒരു ടെൻഷനും വേണ്ട. ആൻഡ്രോയിഡ് അലോയ്സ്, അതുപോലെ തന്നെ പിന്നെ ബാക്ക് വൈപ്പർ കാര്യങ്ങള്, ഈ സൺറൂഫ് ഒക്കെ വരുന്ന ഒരു വാഹനം. എങ്ങനെയാണ് ഇത് പറഞ്ഞു കൊടുത്താൽ? ഇത് 2023 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. SX ആണ്. പുഷ്പട്ട സ്റ്റാർട്ടിങ്, സൺറൂഫ്, അലോയ്സ് ഒക്കെ വരുന്ന ടൈപ്പ്. ഓക്കെ, നീറ്റ് വണ്ടി. നീറ്റ് വണ്ടി അല്ലേ? 63,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവിൽ കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. കമ്പനി സർവീസ് ഉണ്ട്, കമ്പനി വാറന്റി ഉണ്ട്. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 11,25,000. 11,20 ചോദിക്കുന്നുണ്ട്. വിലയിലൊക്കെ എന്തെങ്കിലും കുറച്ച് മാറ്റമുണ്ടാവും. എന്തായാലും ഒരു 10 ലക്ഷം രൂപ ലോൺ, 10-10,500 ലോണും ചെയ്തു തന്നെ. നല്ല കിണ്ണം പോലത്തെ വണ്ടിയാണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. നല്ല കിണ്ണം പോലത്തെ മായതിന്റെ എക്സ്ക്രോസ് ആണ്. ഡീസൽ വണ്ടിയാണ്. ഏകദേശം ഒരു 24 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാനാണ്. എങ്ങനെയാണ് നാസർക്ക് ഇത് മോഡൽ? ഇത് 2018. ഹൈബ്രിഡ് ആട്ടോ വണ്ടി. ഡീസൽ ഹൈബ്രിഡ് ആണ്. മൈലേജ് പിന്നെയും കൂടും അല്ലേ? അതന്നെ, 24 കിട്ടും. ഹൈബ്രിഡ് ഫുൾ ഓപ്ഷൻ വണ്ടി. അൽഫ എന്നാ പറയാ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 1,03,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,00,000 മേജർ സർവീസ് കാര്യങ്ങളൊക്കെ ഇപ്പൊ എടുത്തതാണ്. ബാക്കി വണ്ടി ടയർ ഭാഗം എല്ലാ ഭാഗവും ക്ലിയർ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. നല്ല പക്ക വണ്ടിയല്ല. എത്ര കൊടുക്കാം ഇത്? ഇത് 7,70,000 ചോദിക്കണേ. പിന്നെ ലോണ് വേണ്ടവർക്ക് നമുക്ക് ഒരു 7 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കാം. ഒരു 10-70,000 വാറന്റി ഉള്ള വണ്ടിയാണ്. 1 വർഷം നമുക്ക് വാറന്റി ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരാളിപ്പോ വണ്ടി എടുക്കുകയാണെങ്കിൽ ഒരു എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ എഞ്ചിനും ഗിയർ ബോക്സ് സംഭവിച്ചാൽ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും അത് ഞങ്ങൾ ശരിയാക്കി കൊടുക്കുമല്ലോ. ഇവിടെയുള്ള ഏത് വണ്ടിയാണെങ്കിലും ഇന്ത്യയിൽ എവിടുന്നായാലും എവിടെ പോയാലും അവിടെ ഓതറൈസ് സർവീസ് സെന്ററിൽ കൊണ്ടുപോവുക, നമ്മളെ വിളിക്കുക, നമ്മൾ ചെയ്തു കൊടുക്കും. 1 കൊല്ലത്ത് വാറന്റി, സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുക നമ്മള്. ഓക്കെ, അതിപ്പോ ഏത് വണ്ടിയാണെങ്കിലും ഇപ്പൊ മോഡൽ കുറഞ്ഞ വണ്ടിയാണെങ്കിലും കുറഞ്ഞ കിട്ടൂല.
കുറഞ്ഞ കിട്ടൂല. 2018 മുതലുള്ള എല്ലാ വണ്ടികളും. അതാ ചോദിക്കുന്നത്, 18ന്റെ മേലക്കുള്ള വണ്ടികൾ അല്ലെ? 18ന്റെ ഇങ്ങോട്ടുള്ള വണ്ടി. ഓക്കെ. അപ്പോ ഇത് ലാസ്റ്റ് ഒരു 7.75 കൊടുക്കാം. 75 ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. കിണ്ണം പോലത്തെ മാരുതിന്റെ സിയാസ് ആണ്, ഒരു സെഡാൻ വണ്ടിയാണ്, ഡീസലാണ് കേട്ടോ. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. എങ്ങനെയാണ് ഇത് മോഡല്? ഇത് 2017 മോഡല്. ഇത് ഹൈബ്രിഡ് ആട്ടോ. ഹൈബ്രിഡ് ആണ് അല്ലെ? 24 കിലോമീറ്റർ മൈലേജ് കൂടുതൽ കിട്ടും. ഓക്കെ. VDI പ്ലസ്, പിന്നെ സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. ഈ വണ്ടി പിന്നെ ആക്സിഡന്റ് ബോണറ്റ് മാറിയിട്ടുണ്ട്. ബോണറ്റ് മാറി. മേജറാ മൈനറാ? മൈനർ. ഇത് ബോണറ്റിന് ഹെഡ്ലൈറ്റ് അതൊന്നും മാറിയില്ല. ബോണറ്റ് മാത്രം മാറിയില്ല. വേറെ ആക്സിഡന്റ് ഒന്നുമില്ല. ആ ഒരൊറ്റ പീസ് മാത്രം മാറിയിട്ടുണ്ട്. നല്ല സീറ്റ് കവർ സംഭവം ഉണ്ട്. വേറെ ടയർ ഭാഗത്തൊക്കെ വരും. ടയറൊക്കെ അത്യാവശ്യം കട്ടുള്ള ടയർ. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മെക്കാനിക്കലൊക്കെ പക്ക ക്ലിയർ. ഫുൾ ഫിറ്റ് അല്ലേ? എഞ്ചിനൊക്കെ നല്ല കണ്ടീഷനിലുണ്ട്. കണ്ടീഷൻ. എത്ര കൊടുക്കല്? ഇതിന് 7,10,000. 7.10 കൊടുക്കുക അല്ലെ? ഏകദേശം എത്ര പൈസ ഉണ്ട് ഇറക്കാം? ഇതൊക്കെ ഒരു 60-70 റുപ്യന്റെ ഇറക്കാം. മതിയോ? വിലയിൽ എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. ആള് വരട്ടെ. ഓക്കെ. വീണ്ടും ഇവിടെ ഒരു മാരുതിന്റെ എക്സ്ക്രോസ് ആണ്, ഡീസലാണ്, അത്യാവശ്യം മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരു വാനാണ്. ഇവിടെ 2 ഉണ്ട് കേട്ടോ. 2 പീസ് അവൈലബിൾ ആണ്. ഇതേ കളറിൽ നേവി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഇത്. ഇത് എങ്ങനെയാണ് നാസർക്ക മോഡൽ? ഇത് 18 മോഡല്. വേരിയന്റ് സീറ്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. 90,000 കിലോമീറ്റർ ഓടി. ഓക്കെ. ഹൈബ്രിഡ് വണ്ടി ആട്ടോ. ഡീസൽ ഹൈബ്രിഡ് ആണ്. അല്ലേ? ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇത് എത്ര ആസ്ക് ചെയ്യണേ? ഇതിന് 7,50,000. 7.50 അല്ലേ? ഇത് എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് 90,000 ഓടി. 90,000. ഓക്കെ. 7.50 ചോദിക്കണ്ടേ? മാക്സിമം എത്ര പൈസ ഉണ്ട് ഇറക്കാം? ഒരു 70-80 റുപ്യ ഇറക്കാം. ബാക്കിയൊക്കെ ലോൺ ചെയ്യാലോ. നല്ല കരുത്ത മുന്തിരി പോലത്തെ ഹൂണ്ടൈന്റെ വെർണയാണ്. ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറിയ വണ്ടിയാണ്, ഡീസലാണ്, ഒരു സെഡാൻ വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജും കൂടുതൽ കിട്ടും. എങ്ങനെയാണ് ഇത് നാസർക്ക മോഡൽ? ഇത് 2017 മോഡല്. 17. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ്. ഫുൾ ഓപ്ഷൻ ഡീസൽ മാനുവൽ. ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? പറഞ്ഞാൽ സൺറൂഫ് വരും. സീറ്റ് വെന്റിലേഷൻ, AC കാര്യങ്ങളൊക്കെ ഉണ്ടാവും. AC കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അലേ ഉണ്ടാവും. പ്രൊജക്ടർ, ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വണ്ടി ഇപ്പൊ സെറാമിക് ഒക്കെ ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ ചെയ്താട്ടോ. ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് ഒക്കെ ചെയ്ത വണ്ടിയാ. ഇന്റീരിയർ ഭാഗത്തൊക്കെ പക്ക സർവീസ്. പക്ക ഷോറൂം കണ്ടീഷനുള്ള ഒരു വെഹിക്കിൾ ആണ്. ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം. വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 1,08,000 കിലോമീറ്റർ ഓടി. ഓക്കെ. പിന്നെ നമ്മൾ ചോദിക്കുന്ന വില 7,70,000. 7,70,000 ചോദിക്കുന്നതാ. ഏകദേശം 7 ലക്ഷം രൂപ ലോണും കൊടുക്കുക. സ്വിഫ്റ്റ് കാറാണ്, ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. പെട്രോൾ അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക്. സ്വിഫ്റ്റ് ഒക്കെ ഈ മോഡൽ 20 ശേഷമൊക്കെ പെട്രോൾ ഉണ്ടാവുള്ളൂ. അതെ. ഓക്കെ. ഇത് എത്ര മോഡൽ വരുന്നത്? ഇത് 2021 ZXi സെക്കൻഡ് ഓണർഷിപ്പ്. 47,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. കമ്പനി സർവീസ് ആണ്. ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. ഓക്കെ. നല്ല സീറ്റ് കവർ ഒക്കെ ഉണ്ട്. ഇൻഷുറൻസ് ഇപ്പൊ പുതിയതാണ്. പിന്നെ ഇതിന് ചോദിക്കണ വില 6,90,000. 6,90,000. ഓക്കെ. ഒരു 6-6.5 ലോണും കിട്ടും. 21 ഓട്ടോമാറ്റിക് വണ്ടി. 21 ZXi. 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഹോണ്ട സിറ്റി ഡീസൽ വണ്ടിയാണ്. എങ്ങനെയാണ് ഇത് മോഡൽ വരുന്നത്? ഇത് 2014 മോഡൽ. ഓക്കെ. സൺറൂഫ്, പുഷ്പട്ടർ, സ്റ്റാർട്ടിങ്, ക്രൂയിസ് കൺട്രോൾ ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ അലയൊക്കെ വരും. ഒറിജിനൽ കേരള വണ്ടി ആട്ടോ. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ. 1,80,000 ഓടിന്. ഫുള്ള് കമ്പനി സർവീസ്. കമ്പനി സർവീസ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് നമ്മൾ ചോദിക്കണ വില 5,25,000. 5,25,000. ഓക്കെ. 2014 വണ്ടി. 2014 മോഡൽ. 5,25,000. ലോണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4-4.5 ലോണും കിട്ടും അല്ലേ? ലോണും കിട്ടും. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ വേണ്ട, ഒരു 75 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊണ്ടുപോകാം. ഓക്കെ. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാനാണ്. അതും ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഇവിടെ ഒരു സ്വിഫ്റ്റ് കാറാണ്, ഡീസൽ വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. ലാസ്റ്റ് വണ്ടിയാണ് കേട്ടോ. ഈ ഒരു വണ്ടി കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോ നാസറക്ക എന്തെങ്കിലും പ്രശ്നോട് എന്ത് പറയാനുണ്ടോ? ഈ എക്സ്ചേഞ്ച് കാര്യങ്ങൾ? എക്സ്ചേഞ്ച് നമുക്ക് ഏകദേശം എല്ലാ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാം. പക്ഷെ വണ്ടികൾ കൊണ്ടുവരുമ്പോ പറ്റ മോശമുള്ള വണ്ടിയാണ് നമ്മൾ ചെയ്യില്ല. അതിന് മോഡൽ കൂടിയ വണ്ടികളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാം. പിന്നെ ഏകദേശം വണ്ടിക്കൊക്കെ 2015 ശേഷമുള്ള വണ്ടിക്കൊക്കെ നമ്മൾ വാറണ്ടി കൊടുക്കും. 1 വർഷം 6 മാസമൊക്കെ ആയിട്ട് എഞ്ചിന്, ഗിയർ ബോക്സിന് അതിനൊക്കെ വാറണ്ടി കൊടുക്കും. ഓക്കെ. അപ്പോ ലൊക്കേഷൻ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആവശ്യക്കാർ വിളിച്ചോട്ടെ. പാലക്കാട്, കോഴിക്കോട് പിന്നെ ഹൈവേയിലാണ്. മുസ്ലിയാരങ്ങാടി എന്നാ പറയാം. അതായത് കൊണ്ടോട്ടി കഴിഞ്ഞിട്ട് ഒരു 7 കിലോമീറ്റർ, ഒരു 6 കിലോമീറ്റർ ഉണ്ടാവും. അതേപോലെ അവിടുന്ന് വരുമെങ്കിൽ പാലക്കാട് ഭാഗത്ത് നിന്ന് വരുന്നവർക്ക്
വെള്ളാമ്പറ കഴിഞ്ഞ മുസ്ലിയാരങ്ങാടിയാണ്. ഇവിടെ അതെ. നമ്മള് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ നേരെ പെട്രോൾ പമ്പ്. അതിന്റെ മുമ്പിൽ. അതിന്റെ മുന്നിലാണ് Okay. ഷോപ്പ് ഉള്ളത്. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ ഫുൾ ഒന്ന് പറഞ്ഞു ഇത് 2014 മോഡൽ VDI സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ. ടയറൊക്കെ പുതിയ പുത്തൻ ടയറുണ്ട്. VDI ഡീസൽ വണ്ടിയാണ്. ആ. ഇതിന് നമ്മൾ ചോദിക്കണ വില 3.5 ലക്ഷം റുപ്യ ചോദിക്കും. 3.5 കൊടുക്കൂല. 3.5 ചോദിക്കണം. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. അതിലും കുറക്കും. അതിന് കുറച്ച് കൊടുക്കാം. ഓക്കെ. മാക്സിമം ലോണും ചെയ്യാം. ലോൺ വേണ്ടവർക്ക്. ഓക്കെ. 2014 സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ്. 350 മൂപ്പര് ചോദിച്ചിട്ടില്ല. പിന്നെയും താത്തി തരും. ഫുൾ ലോണിൽ എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.